ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ തിരുവോണം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും ഓണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തിരുവോണത്തിനായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. അപ്പോൾ ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ്. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത്. ഇതാണ് ഞാൻ വാങ്ങിച്ച ഇഞ്ചി. നന്നായിട്ട് മൂത്ത ഇഞ്ചി നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇത് ഏകദേശം 1/2 കിലോ ഇഞ്ചിയുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെ സ്കിന്നെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഇഞ്ചിയുടെ സ്കിന്നെല്ലാം കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇത് ഒരു വലിയ ഉണ്ടപ്പുളി, അല്ലെങ്കിൽ ഏകദേശം ഒരു 100-150 ഗ്രാം പുളി കാണും. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇഞ്ചിക്കറിയിൽ ഒഴിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പുളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഈ ചെറിയ ഫുഡ് പ്രോസസ്സറാണ്. നിങ്ങൾക്ക് ചെറിയ ഇതോണം ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിനകത്ത് എടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് തീരെ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. പക്ഷെ ചിലർ ഇത് വലിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്ത് കോരി അത് പൊടിച്ചെടുക്കാറുണ്ട്. എനിക്ക് അതിലും ഇഷ്ടം ചെറിയ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. വറുത്ത് കോരി പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൊടി പോലെ ഒട്ടും തരിയില്ലാതെ ഇഞ്ചിക്കറി വരും. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനും എപ്പോഴും ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് കൊത്തി അരിഞ്ഞെടുത്ത്. ഇത് കണ്ട് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഫുഡ് പ്രോസസ്സറാണിത്. ഇതാണ് നമ്മൾ ചെറിയ കൊത്തുകളായി അരിഞ്ഞെടുത്ത ഇഞ്ചി. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇത് 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്നത്, കുറച്ച് കരിവേപ്പില മുറിച്ച് വച്ചിരിക്കുന്നത്, 4 ചുമന്ന മുളക് മുറിച്ച് വച്ചിരിക്കുന്നത്, 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിരുന്ന പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് പുളിവെള്ളം റെഡിയാക്കി വച്ചിരിക്കുന്നതാണ്. ഈ പാനിൽ നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചുവന്ന മുളക് മുറിച്ച് വെച്ചിരിക്കുന്നതും നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ കളറായി ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി ഇനി മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ലൈറ്റ് ബ്രൗൺ കളറായി ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക, കരിഞ്ഞു പോകാതെ. നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മുടെ ഇഞ്ചി നമ്മൾ വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് 1 മിനിറ്റ് പച്ചമണം മാറാനായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കായപ്പൊടി ഇടാം. ഇത് ഒരു 30 സെക്കൻഡോളം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് റെഡിയായി. ഇതിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമ്മുടെ ഇഞ്ചിക്കറി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
ഇത് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അരമുറി ശർക്കര ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറിക്ക് എപ്പോഴും എരിവിനേക്കാളും കൂടുതലും മധുരം ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. നമ്മുടെ ഇഞ്ചിക്കറി ആവശ്യത്തിന് കുറുകി കിട്ടി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടി കുറുകുന്നതായിരിക്കും. ഒരു 1-2 മിനിറ്റും കൂടെ കൂടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രുചിയുണ്ട് നമ്മുടെ ഇഞ്ചിക്കറിക്ക്. ഇനി ഇത് സെർവിങ് ബോളിലോട്ട് മാറ്റാം. ഓണത്തിനായിട്ട് നല്ല രുചിയുള്ള ഇഞ്ചിക്കറി നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്യണം. എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഉടനെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. Just like any other pickle, you can save this ginger curry in the refrigerator for a long time. Our ginger curry is very tasty, and as you know, it is very healthy and it helps to boost up your immunity. So please try and comment. If you like my video, please don't forget to subscribe my channel. Thank you for watching.